അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വിധി എനിക്ക് 200-ലധികം പേജുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. സ്ത്രീപക്ഷത്തിന് അല്ലാതെ എനിക്ക് മറ്റൊന്ന് ചിന്തിക്കാനാവില്ല. സ്ത്രീകളോടൊപ്പം പി.ടി. തോമസ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൂടെ നിന്നത്, ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത്, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും, അതായത് നാളുകളിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഇന്ന് വരെ പറയാത്ത കാര്യം ഇപ്പോൾ അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാനത് നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് അത് ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്.